ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. എൻ്റെ രാജ്യം ഐഹികമല്ല, യേശു ഉത്തരം പറഞ്ഞു. അങ്ങനെയെങ്കിൽ യഹൂദർ എന്നെ പിടിക്കാതിരിക്കാൻ എൻ്റെ ഭൃത്യന്മാർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ ഒന്നാമത്തെ കാര്യവും പ്രധാനത്തെ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ എല്ലാ കാര്യവും എൻ്റെ രാജ്യം ഐഹികമല്ല എന്നതാണ് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇത് എഴുതിയേക്കുന്നത് ജീസസ് ആൻസേർഡ് മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്നാണ് എഴുതിയേക്കുന്നത്. POC ബൈബിളിൽ എഴുതിയേക്കുന്നത് അങ്ങനെ, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. ഈ ലോകം ആരുടേതാണ് എന്ന് ലൂക്കാ സുവിശേഷത്തിനകത്ത് 4-6-7 വാക്യങ്ങൾ പറയുന്നു. അവൻ അദ്ദേഹത്തോട്, ഇവയുടെയെല്ലാം സകല അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം. അതെൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു. ആകയാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ അത് നിനക്കുള്ളതായിത്തീരും. അവൻ അദ്ദേഹത്തോട്, ഇവയുടെ എല്ലാം സകല അധികാരവും മഹത്വവും നിനക്ക് തരാം. അത് എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു. ആകയാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ അത് നിനക്കുള്ളതായിത്തീരും എന്ന് പറഞ്ഞു. അപ്പം ലോകം സാത്താൻ്റേതാണ് എന്ന് സാത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ബൈബിളിനകത്ത് അത് ഉൾപ്പെടുത്തിയുകൊണ്ട് തന്നെ അതിൻ്റെ സത്യം അങ്ങനെയാണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന ഉൽപ്പത്തി പുസ്തകം 1:28, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അതായത് ദൈവം അധികാരം മനുഷ്യന് കൊടുത്തതാണ്, ആദിമാതാപിതാക്കൾക്ക്. ആ ആദിമാതാപിതാക്കൾക്ക് കൊടുത്തപ്പോൾ ദൈവം അധികാരം കൊടുത്ത് അതിനെ വാഴാൻ പറഞ്ഞപ്പോൾ അതിനൊരു വ്യവസ്ഥയും കൂടെ ദൈവം പറഞ്ഞായിരുന്നു. എന്തിനും വ്യവസ്ഥയുണ്ടല്ലോ. വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൽപ്പത്തി പുസ്തകം 2:15, 16, 17 യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി അവിടെയാക്കി. യഹോവയായ ദൈവം അവനോട്, നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്നൊരു വ്യവസ്ഥ ദൈവം പറഞ്ഞു. മനുഷ്യന് അധികാരം കൊടുത്തു, ദൈവത്തിൻ്റെ തോട്ടത്തിലാക്കി. എന്നിട്ട് അധികാരം നിലനിൽക്കാനൊരു വ്യവസ്ഥയും കൂടെ ദൈവം പറഞ്ഞു. അധികാരം നിലനിൽക്കാനുള്ള വ്യവസ്ഥയാണെന്ന് മനുഷ്യനും അധികാരം പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലായത്. ദൈവം പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യവസ്ഥയും കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് തോട്ടത്തിൻ്റെ നടുക്കുള്ള അല്ലെങ്കിൽ തോട്ടത്തിലുള്ള നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് ഈ അധികാരം നിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ തിന്നോ എന്ന് ചോദിച്ചാൽ 3:6 ഉൽപ്പത്തി 3:6 പറയുന്നത്, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യവും എന്ന് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അയാളും തിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചോന്ന് ചോദിച്ചാൽ മരിച്ചുമില്ല. ഇനി ഇവിടെയാണ് ഒരു മർമ്മം കിടക്കുന്നത്. മരിക്കാഞ്ഞത് കൊണ്ട് ഈ പറഞ്ഞ കാര്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 3:22 പറയുന്നു, ഉൽപ്പത്തി 3:22 പറയുന്നു, അനന്തരം യഹോവയായ ദൈവം അരുളി ചെയ്തത്, ഇതാ മനുഷ്യൻ നന്മതിന്മകൾ അറിയുന്നവനായി നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ അനുവദിച്ചുകൂടാ. എന്നിട്ട് എഴുതിയേക്കുന്നു, അവനെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ആത്യന്തികമായി മരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് പ്രത്യക്ഷമായിട്ടുണ്ടായിരുന്ന ബന്ധം അറ്റുപോയി, തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതിനകത്ത് ചില അനുഗ്രഹങ്ങൾ ദൈവം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. അതിനകത്ത് പറഞ്ഞത് ദൈവ സ്ത്രീയോട് കൽപ്പിച്ചു. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് താഴോട്ടാ.
ഞാൻ നിനക്ക് പീഡയും ഗർഭധാരണവും വർദ്ധിപ്പിക്കുകയും വേദനയോടെ നീ മക്കളെ പ്രസവിക്കും, നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. പിന്നെ ആദാമിനോട് യഹോവ അരുളി ചെയ്തു, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം നടത്തും. അത് നിനക്കായി മുള്ളും ജെരിഞ്ഞിലും ജനിപ്പിക്കും. നീ വയലിലെ സസ്യങ്ങൾ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് നിന്നെ എടുത്തു, മണ്ണിലേക്ക് മടങ്ങുവോളം നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ആഹാരം കഴിക്കുന്നു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്നൊക്കെ പറഞ്ഞത് പ്രത്യക്ഷമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കഷ്ടങ്ങളായിട്ട് ശാപങ്ങളായിട്ട് തോന്നും. എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീക അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ഉറപ്പാണ് മനുഷ്യന് ഭൂമിയിലെ ജീവിതത്തിന് ഒരു ആയുസ് വെച്ചു. ഈ ആയുസ് കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം മൂലം മനുഷ്യൻ ഈ പാപം ചെയ്തതുകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാപം ചെയ്ത മനുഷ്യൻ മരിക്കാതെ ദീർഘകാലം കിടന്നാൽ, അല്ലെങ്കിൽ മരണമില്ലാത്ത അവസ്ഥയിലായിപ്പോയി കിടന്ന് നരകിച്ച് ചില കിടപ്പ് രോഗികൾ അവർക്ക് പറയാൻ ബോധമുണ്ട്, അവർ പറയും ഒന്ന് പോയാൽ മതിയായിരുന്നു. സംരക്ഷിക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥയിലുള്ള ആളുകൾ അവസാനം അവർ പറയുന്നുണ്ട് ഒന്ന് പോയാൽ മതിയായിരുന്നു, ഞാനും മടുത്തു, ഇവരും മടുത്തു. ചിലരെക്കുറിച്ച് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പത്രത്തിനകത്ത് കണ്ടു, നാല് മക്കളുള്ള ആൾക്കാർ അവരമ്മയെ കൊണ്ടുപോയി വനത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞു. ആ അമ്മയൊക്കെ എന്തായിരിക്കും പറയാൻ പോകുന്നത്? മരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചാലും മരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ, മരണമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ എന്താകും? അത് വരാതിരിക്കാനാണ് ദൈവം എന്ത് ചെയ്തത്? ഈ മനുഷ്യൻ ഒരു ആയുസ്സും പരുവും ഒക്കെ വെച്ചത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണേലും ഇതോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നേക്കും ജീവിക്കാൻ അനുവദിച്ചു കൂടാത്തത് കൊണ്ട് അവനെ പുറത്താക്കി. യഥാർത്ഥത്തിൽ അവിടെ നടന്ന മരണം അതായത് അവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടവനായിരുന്നു, അവൻ ഇങ്ങനെയായി. അപ്പോൾ മനുഷ്യൻ ഏത് തിരഞ്ഞെടുത്തു? മനുഷ്യനോട് ദൈവം പറഞ്ഞു തിന്നരുത്, തിന്നാ മരിക്കും. പക്ഷെ മനുഷ്യൻ ഏത് തിരഞ്ഞെടുത്തു? ദൈവം പറഞ്ഞത് തിരഞ്ഞെടുത്തില്ല. കൽപ്പന ലംഘിച്ചാൽ മരിക്കൂ എന്ന് പറഞ്ഞത് തിരഞ്ഞെടുത്തില്ല. നിയമം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കൂ എന്നുള്ള രംഗം ഓർത്തില്ല. ലംഘിച്ചു. നിയമം നിർമ്മിച്ചവൻ പറഞ്ഞു മരിക്കൂ എന്ന് പറഞ്ഞു, മരിച്ചു. ഇനി ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നു, അതൊന്ന് വായിക്കാം. അതിൻ്റെ 14-15. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ യേശു ഭൂമി വന്നിട്ട് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ കാര്യമല്ല, ഇത് ആത്മമനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം, ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് അവൻ വിശ്വാസിയായി അവൻ ഈ വചനത്തിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് അവകാശപ്പെടുകയും അവന് മരണഭയം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഈ മരണഭയം ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, അവർക്ക് ആവലാതികൾ തീർന്ന നേരം കാണുകയില്ല, അവർക്ക് പരാതികൾ തീർന്ന നേരം കാണുകയില്ല, അവർക്കെപ്പോഴും അവരവരുടെ സങ്കടം, കഷ്ടം, പ്രയാസം, ക്ഷീണം, രോഗം, ഭാരം, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, വേദന, ഇതെല്ലാം ലോകത്തോടുള്ള ഇഷ്ടമാണ്. ഞാനെന്നാൽ ഇത്രയും കാലം വന്നു, ഇനി മുന്നോട്ട് ദൈവം പറയുന്ന സമയം വരെ പോകും, ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് ഞാനിവിടുന്ന് പോകും എന്നൊരുറപ്പും സാഹചര്യവും ഉള്ളവനെ സംബന്ധിച്ച ആ മാറ്റങ്ങൾ അവൻ ഉൾക്കൊള്ളാൻ തയ്യാറാകും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മരണഭയം ഉള്ളവനെ സംബന്ധിച്ച് അവന് ലോകത്തോട് ബന്ധമുണ്ടെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവൻ വിടുവിക്കപ്പെട്ടിട്ടില്ലെന്നർത്ഥം. ലോകത്തോടും ലോകത്തിലെ സംവിധാനങ്ങളോടുമുള്ള കൊതിയാണ് അടിസ്ഥാനമെങ്കിൽ ആ വ്യക്തി വിടുവിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രാജ്യം ഐഹികമല്ലാത്ത രാജ്യത്തിൽ ഇവൻ അംഗമല്ല. ഇവൻ പറഞ്ഞതും മനസ്സിലാക്കി വച്ചിരിക്കുന്നതും ഇവൻ പറയുന്നതുമെല്ലാം യേശു പറഞ്ഞ ഐഹികമല്ലാത്ത രാജ്യത്തെക്കുറിച്ചല്ല. ഈ ഐഹികമായ രാജ്യം, അല്ലെങ്കിൽ യേശു പറഞ്ഞ ഐഹികമായ രാജ്യമാണെങ്കിൽ അത് ഈ ലോകത്തിലുള്ളതാണ്. ഐഹികമല്ല എന്ന യേശു പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ യേശുവിൻ്റെ രാജ്യത്തിന്, യേശുവിൻ്റെ സഭയ്ക്ക് ഒരിക്കലും എന്നാ നിയന്ത്രണം വന്നാലും, ആരെതിർത്താലും, എന്നാ വന്നാലും ഒന്നും സംഭവിക്കില്ല. അത് നിയന്ത്രണം ഉള്ളിടത്ത് വലുതാകുകയുള്ളൂ. അതറിയാൻ മേലാത്തത് കൊണ്ട് ആണ്
ഈ നിയന്ത്രണങ്ങൾക്കെതിരെ സമരം ചെയ്യാനും പ്രസംഗിക്കാനും ഒക്കെ പോകുന്നത്. ഈ പ്രസംഗിക്കുന്നവരും വേറൊരു കാര്യമുണ്ട്, അവർക്ക് ഉള്ളി ഭയമുള്ളതുകൊണ്ട് അവരിത് പറയുന്ന വന്നാൽ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ കാണുകയായിരിക്കും, പക്ഷേ വ്യക്തിപരമായി ഒരുത്തന് കർത്താവിൽ തുടരാൻ പറ്റും. അവന് ഐഹികമല്ല എന്ന് യേശു പറഞ്ഞ രാജ്യത്തിലെ അംഗവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായി, സമയത്തിനായി, സാഹചര്യത്തിനായി, വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് എനിക്കും ഇതിനെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു ബോധ്യം ലഭിച്ചാൽ അതിനനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് വ്യക്തിപരമായി മുന്നേറുവാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.